ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങളുടെ മക്കൾക്കൊക്കെ ഈ അമൃതം പൊടിയൊക്കെ കഴിക്കാൻ നല്ല മടിയായിരിക്കും അല്ലേ. അപ്പോൾ ദേ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ അവരെന്തായാലും കഴിക്കും കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ ഒരു പാനിക്ക് കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ള നട്ട്സുകളൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കൊരു നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് വാട്ടിയിട്ട് അതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു 1/4 കപ്പ് നാളികേരം ചെരുകിയതിട്ടിട്ട് അതൊന്ന് മൊരിയിപ്പിച്ചിട്ട് മാറ്റി വെക്കുക. സെയിം പാനിൽ തന്നെ കുറച്ച് ഒരു 1.5 കപ്പ് അമൃതം പൊടി ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. അമൃതം പൊടിയും അതുപോലെ തന്നെ നാളികേരം ചെരുകിയതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതൊന്നും മൂത്തൊന്നും കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ പഴത്തിൻ്റെയും നാളികേരത്തിൻ്റെയും മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തും കൂടി കൊടുക്കുക. പിന്നീട് ഒരു 2 അച്ച് ശർക്കര കുറച്ച് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉണ്ട പരുവത്തിലാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അതേപോലെ നേന്ത്രപ്പഴവും അമൃതം പൊടിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ എന്ത് ചെയ്യുക, മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്തിടാം കേട്ടോ.